രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടൂരിലെ വീട്ടിലെത്തി പോലീസ് സംഘം. ബന്ധുക്കളോട് വിവരം തിരക്കി പോലീസ് മടങ്ങി. രാഹുൽ ഉപയോഗിച്ചിരുന്ന ഡിജിറ്റൽ ഉപകരണങ്ങൾക്ക് വേണ്ടിയുള്ള തിരച്ചിലിന്റെ ഭാഗമായിട്ടാണ് പോലീസ് എത്തിയത്. അമൽ സുരേന്ദ്രൻ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. അമൽ, SITയുടെ ഭാഗമായിട്ടുള്ള ആരൊക്കെയാണ് അവിടെ തിരച്ചിൽ നടത്താൻ എത്തിയത്? തിരച്ചിലിൽ എന്തെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? സംഗീത, ഇന്ന് രാവിലെ പ്രധാനമായും മാധ്യമങ്ങളിൽ വന്ന ഒരു വാർത്തയായിരുന്നു തെളിവെടുപ്പിനായി രാഹുൽ മാങ്കൂട്ടത്തിനെ വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്നത്. എന്നാൽ അങ്ങനെയൊന്ന് ഉണ്ടാവുകയില്ല എന്നും രാഹുൽ മാങ്കൂട്ടവുമായി വീട്ടിൽ തെളിവെടുപ്പ് നടത്തുകയില്ല എന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നു. അതിനിടയിലാണ് 1.5 മണിക്കൂർ മുൻപ് രാഹുലിന്റെ വീട്ടിലേക്ക് 5 പോലീസുകാർ എത്തിയതായി വാർത്തകൾ വന്നത്. അതിനെ തുടർന്ന് ഈ 5 പോലീസുകാർ ഈ വീട്ടിലെത്തിയത് രാഹുലിന്റെ ചില ഉപകരണങ്ങൾ, അതായത് ഡിജിറ്റൽ ഗാഡ്ജറ്റ് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു തിരച്ചിൽ നടക്കുകയാണ്, അതിനു വേണ്ടിയിട്ട് തെളിവെടുപ്പുകൾ നടക്കുകയാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ചില വിവരങ്ങൾ തേടി മാത്രമാണ് ഇപ്പോൾ രാഹുലിന്റെ വീട്ടിലേക്ക് പോലീസുകാർ എത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവർ ഏകദേശം 10 മിനിറ്റോളം ആ വീട്ടിലുണ്ടായിരുന്നു. ബന്ധുക്കളിൽ നിന്ന് ചില വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക മാത്രമാണ് ചെയ്തത്. അതിനുശേഷം ഉടനടി തന്നെ അവിടെ നിന്ന് പോവുകയും ചെയ്തു. ഏതായാലും വീട്ടിൽ നിന്ന് യാതൊരു തിരച്ചിലോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ കണ്ടെത്തുവാനുള്ള ശ്രമമോ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. യാതൊന്നും തന്നെ കണ്ടെത്തിയിട്ടുമില്ല. 10 മിനിറ്റിന് ശേഷം പോലീസുകാർ ബന്ധുക്കളോട് ചില വിവരങ്ങൾ ചോദിച്ചറിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് മടങ്ങുകയാണ് ഉണ്ടായത്. ഏതായാലും രാഹുലിന്റെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും പത്തനംതിട്ട AR ക്യാമ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വേറെയും ചില മൊഴികൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട് എന്നാണ് ഇതിനോടകം നമുക്ക് മനസ്സിലായിട്ടുള്ളത്. ഇന്ന് തന്നെ രാഹുലിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത 2 മൊബൈൽ ഫോണുകൾ പരിശോധനയ്ക്ക് അയക്കുവാനുള്ള നടപടികൾ തുടർന്നു വരികയാണ്. സംഗീത.